നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 98 ലക്ഷത്തോളം രൂപ നമ്മളുടെ കരയോഗ അക്കൗണ്ടിൽ എത്തിയതായി രേഖകളിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അധികാരം കിട്ടിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 90 ലക്ഷം രൂപയോളം RTGS വഴി മാറിയതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അക്കൗണ്ടിലോട്ടാണ് ഈ പണം പോയിരിക്കുന്ന അന്നത്തെ പ്രസിഡന്റായ സൈത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ NSSനെ സംബന്ധിച്ചിടത്തോളം NSSനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയെ അതിന്റെ നേതൃപരമായ സ്ഥാനത്തേക്ക് നിയമിക്കാൻ അതിന്റെ NSS നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നവരുടെ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കെട്ടിടം പണിയിലൂടെ ഒരു വലിയ ഫണ്ട് തിരിമറി നടത്താം എന്നുള്ളത്. ഇവർ പറഞ്ഞിരുന്ന 5200 സ്ക്വയർ ഫീറ്റ് കെട്ടിടമെന്നാവും. ആകെ മൊത്തം ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെ. ഏത് രീതിയിൽ ചിന്തിച്ചാലും ഒരു 45 ലക്ഷം രൂപയ്ക്ക് മേൽ പണി വരികയില്ല. അങ്ങനെ മത്സരിച്ചാൽ സ്വന്തം കുടുംബത്തെ പോലും വോട്ട് കിട്ടാൻ അർഹതയില്ലാത്ത തരത്തിലുള്ള നിലപാടുകളുള്ള പ്രഭാജി പണിക്കരെ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാക്കിയപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് കോടതി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. നമസ്കാരം. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര 726 നമ്പർ NSS കരയോഗത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കരയോഗത്തിൻ്റെ അംഗമാണെന്ന് അവകാശപ്പെടുന്ന പ്രഭാത് ജി പണിക്കർ എന്നയാൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതി നൽകുകയുണ്ടായി. ഇതിൽ മരിച്ചുപോയ കരയോഗം സെക്രട്ടറിയുടെ ഒപ്പിട്ട് 90 ലക്ഷത്തോളം രൂപ മറ്റ് 3 കരയോഗ അംഗങ്ങൾ, അതായത് പ്രസിഡന്റ് അടക്കം 3 കരയോഗ അംഗങ്ങൾ തട്ടിയെടുത്തു എന്ന് കാണിച്ചിട്ടാണ് പരാതി. അതേക്കുറിച്ച് പ്രഭാത് ജി പണിക്കർ മറുനാടനുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിൽ അദ്ദേഹം പേര് പരാമർശിച്ചിട്ടുള്ള കരയോഗത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഇല്ലത്ത് ശ്രീകുമാർ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രഭാത് ജി പണിക്കർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായി ഒരുപാട് തെറ്റുകൾ ഉള്ളതായിട്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. കാരണം ഈ കരയോഗത്തിൻ്റെ 90 ലക്ഷം രൂപ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സജിത്ത് എന്നയാൾ അദ്ദേഹം സെക്രട്ടറി മരിച്ചതിന് ശേഷം മാറിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ഒരു സംഭവം ഈ കരയോഗത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ആ പണത്തിൽ ഏറിയ കൂറും അതിൻ്റെ ഏകദേശം 90 ലക്ഷത്തിൽ 78 ലക്ഷം രൂപയോളം സജിത്ത് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഇല്ലത്ത് ശ്രീകുമാർ പറയുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരാനുള്ള ഒരു കാരണം എന്താണ്? നങ്ങ്യാർകുളങ്ങര 726 നമ്പർ NSS കരയോഗവുമായി ബന്ധപ്പെട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സാഹചര്യത്തിലാണ് അഡ്ഹോക് കമ്മിറ്റികൾ നിലനിൽക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇപ്പോൾ 4ാമത്തെ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട NSS നേതൃത്വം അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രഭാത് പണിക്കരുടേതായ ഒരു അഭിമുഖം നമ്മുടെ മറുനാടൻ മലയാളിയിൽ ഞാൻ കാണാനിടയായി. അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 98 ലക്ഷത്തോളം രൂപ നമ്മളുടെ കരയോഗ അക്കൗണ്ടിൽ എത്തിയതായി രേഖകളിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പരാമർശിക്കപ്പെടുന്ന ആളുകളോ ഒന്നും ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നവരല്ല. സാധാ ഉപരി കമ്മിറ്റി അംഗമായിട്ടാണ് ഞാൻ. അതിൻ്റെ ഒരു താലൂക്ക് യൂണിയൻ പ്രതിനിധി മാത്രമായിരുന്നു. ഈ സന്ദർഭത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എന്നാൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു പോവുകയും അതിന് കോറം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് 2023 3-ാം മാസം എന്നെ അതിൻ്റെ കൺവീനറായി, അഡ്വോക് കമ്മിറ്റിയുടെ കൺവീനറായി ബഹുമാനപ്പെട്ട NSS രജിസ്ട്രാർ നിയമിച്ചത്. ഞാൻ ഹരിപ്പാട് താലൂക്ക് യൂണിയൻ ഓഫീസിൽ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളും ചെയർമാനായ പ്രശാന്ത്, അംഗമായ രവീന്ദ്രനാഥ് അടക്കമുള്ളവർ ചുമതല ഏറ്റതിന് ശേഷം നേരെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് ഞങ്ങൾ ആദ്യം വരുന്നത്. ഞങ്ങൾ കൃത്യമായും വന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ തിരക്കുന്നത്. അപ്പോൾ ഈ പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും നമുക്കറിവില്ല. കാരണം കരയോഗ നേതൃത്വവുമായി അന്ന് യാതൊരു നേതൃത്വപരമായ ബന്ധം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അധികാരം കിട്ടിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 90 ലക്ഷം രൂപയോളം RTGS വഴി മാറിയതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പ് തോന്നിയ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാരവാഹികളും പെട്ടെന്ന് തന്നെ യൂണിയൻ നേതൃത്വത്തെയും മറ്റും വിവരം അറിയിച്ചിട്ട് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനാണ് ഇതിൻ്റെ പ്രവർത്തന പരിധി. അവിടെ ചെന്ന് റിട്ടേൺ ആയ പരാതി ഞാൻ തന്നെ യൂണിയൻ നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ പരാതി സമർപ്പിക്കുകയുണ്ടായി.
ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ആളിനെ SHO വിളിച്ചു വരുത്തുകയും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു നിലപാട് അവിടെ രൂപീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ തീയതികളിൽ ഏതാണ്ട് 69 ലക്ഷത്തോളം രൂപ പല ഘട്ടങ്ങളിലായി നമ്മുടെ അക്കൗണ്ടിൽ വരികയുണ്ടായി. ബാക്കി പണം എന്ന് പറയുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റാം അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി നമ്മുടെ കരയോഗം ഒരു ധാരണയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാതൃഭൂമി, മനോരമ പത്രങ്ങളിൽ ടെൻഡർ വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു എഗ്രിമെൻ്റാണ്. ആ കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരല്ല. അത് ഇൻ ബിഹാഫ് ഓഫ് കരയോഗത്തിന് വേണ്ടി അന്നത്തെ പ്രസിഡന്റാണ് അതിൽ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഈ റാം അസോസിയേറ്റ്സിന്റെ കയ്യിൽ 16.5 ലക്ഷം രൂപയോളം വർക്ക് അഡ്വാൻസായി നൽകിയതായിട്ടാണ് ആ രേഖകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രേഖകൾ പരിശോധിക്കാൻ എന്നെ അധികാരപ്പെടുത്തിയതിന് ശേഷമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്, ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭാരവാഹികളും. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പം നമ്മുടെ നിലവിൽ ഈ ഇന്നലെ വരെ ഉള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് 78,14,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപത്തിൽ കിടപ്പുണ്ട്. ബാക്കി പണം എന്ന് പറയുന്നത് ഈ റാം അസോസിയേറ്റ്സുമായി നമ്മൾ ഒരു റിട്ടേൺ എഗ്രിമെന്റ് കരയോഗം വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ രേഖാമൂലം അവരെ വിളിപ്പിച്ച് അതിൻ്റെ ധാരണ എങ്ങനെയാണ് എന്നതിനെ മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി പണം നമ്മൾ ഈടാക്കാനിരിക്കുകയാണ്. അതിനുള്ള നിയമ നടപടികൾ നമ്മൾ പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതിൻ്റെ അഡ്വൊക്കേറ്റ് കമ്മിറ്റി ചെയർമാനായി വീണ്ടും ചുമതലയേൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ അകത്തുനിന്ന് പണം ഈ RTGS വഴിയാണ് ഇത് ഒപ്പിട്ടെടുത്തിരിക്കുന്നത്. ഞാൻ ആരുടെ അക്കൗണ്ടിലോട്ടാണ് ഈ പണം പോയിരിക്കുന്ന അന്നത്തെ പ്രസിഡന്റായ സൈത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ രേഖകൾ ഞങ്ങൾ വിവരാവകാശം വെച്ച് എടുത്തപ്പോൾ RTGS എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ആ പണം മാറിയിരിക്കുന്നത്. ഇതിപ്പോ ഈ സെക്രട്ടറി മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒപ്പ് ഇയാൾ ഇട്ടതാണോ? സെക്രട്ടറി മരിച്ചു പോയത് കൊണ്ട് നമുക്ക് ആ ഒപ്പിന്റെ ജെന്യൂനിറ്റിയെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം, ആ ഒപ്പ് സെക്രട്ടറി ഒപ്പിട്ടിരിക്കുന്നതായിട്ടാണ് അതിന്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങൾ അന്നത്തെ ബാങ്ക് മാനേജറുമായിട്ട് ഞാനും രവീന്ദ്രനാഥും അടക്കമുള്ളവർ സംസാരിച്ചപ്പോൾ എത്ര ചെക്ക് ഉണ്ടായിരുന്നത്? ഒറ്റ ചെക്കിലാണ് ഇത്, RTGS വഴിയാണ്. ഈ ഒരു ചെക്കിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവനും കൂടെ മാറ്റി അയാളുടെ അക്കൗണ്ടിലേക്ക്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. അതിനെക്കുറിച്ച് SHO പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചോദിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അത് മാറ്റിയിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഈ പണം കരയോഗത്തിന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ട് ആ പണം കൃത്യമായും അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ട് കരിയിലകുളങ്ങര പോലീസ് സ്റ്റേഷനിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പണത്തിന്റെ ചെലവാക്കിയതിന്റെ ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ പണം തിരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ ഇല്ലത്ത് ശ്രീകുമാർ അതുപോലെ രവീന്ദ്രൻ, ഈ 3 പേർക്കെതിരെയാണ് ഇപ്പൊ ഈ പ്രഭാത് ജി പണിക്കർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കരയോഗ അംഗമാണെന്ന് പറയുന്നുണ്ട്, അയാൾ കൊണ്ട് ചെന്നിത്തലയ്ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ 90 ലക്ഷം രൂപ നിങ്ങൾ 3 പേരും കൂടെ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് പ്രഭാത് ജി പണിക്കർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ കരയോഗവുമായി ബന്ധപ്പെട്ട് നേതൃപരമായ യാതൊരു ബന്ധവുമുള്ള ഒരു ആളല്ല. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അഡ്വൊക്കേറ്റ് കമ്മിറ്റിയാണ് അവിടെ ഭരണം നടത്തുന്നത്. ഈ കഴിഞ്ഞ അഡ്വൊക്കേറ്റ് കമ്മിറ്റിയുടെ കാലാവധി തീർന്നപ്പോൾ ഇദ്ദേഹത്തെ അഡ്വൊക്കേറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിലേക്ക് നിർദ്ദേശിക്കപ്പെടാൻ ഇദ്ദേഹം ഒരു ശ്രമം നടത്തിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനൊരു പ്രശ്നമുള്ളത്, ഇദ്ദേഹം ഈ 726 നമ്പർ NSS കരയോഗത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹരിപ്പാട് മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ കേസിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നത്. ആ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഈ NSSനെ സംബന്ധിച്ചിടത്തോളം NSSനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയെ അതിൻ്റെ നേതൃപരമായ സ്ഥാനത്തേക്ക് നിയമിക്കാൻ അതിൻ്റെ NSS നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആ സ്ഥാനം കിട്ടാതെ പോയതിൻ്റെ ഒരു വ്യക്തി വൈരാഗ്യമാണ് എന്നോട് ഈ രവീന്ദ്രനാഥിനോടും അദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സമൂഹത്തിൽ പല സംഘടനകളെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു റിട്ടയർഡ് എംപ്ലോയി ആണ്. എൻ്റെ കൂടെയുള്ള രവീന്ദ്രനാഥ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന LICയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പാരൽ കോളേജ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വളരെ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെ സമൂഹ മധ്യത്തിൽ കരിവാരി തേക്കുവാൻ, വ്യക്തിഹത്യ ചെയ്യുവാൻ, തീർത്തും വ്യക്തിഹത്യ ചെയ്യുവാനാണ് ഈ പ്രഭാത് പണിക്കർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനനഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു വ്യാജ പരാതി കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനിടയായത്. ഇതിനകത്ത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഈ പൈസ തിരിച്ചു കിട്ടിയെന്നുള്ള ഒരു അദ്ദേഹത്തിന് അറിയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം കരയോഗവുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സജിത്ത് എന്ന് പറയുന്ന ആള്, അയാൾക്കെതിരെ നിങ്ങൾ ഈ പൈസ തിരിച്ചു കിട്ടിയല്ലോ, സൈത്തിന് പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അയാൾക്കെതിരെ ഇനിയും ഈ ക്രിമിനൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഇത് ഈ പൈസ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും
ഞാൻ ഇതിനിടയ്ക്ക് ഒരു കൺവീനറായിരുന്ന സന്ദർഭത്തിൽ പൊതുയോഗം വിളിച്ചുകൂട്ടി ഈ മുഴുവൻ കണക്കുകളും നമ്മൾ അവതരിപ്പിച്ചതാണ്. ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ട വിവരം അതൊക്കെ നമ്മുടെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ ഈ പ്രഭാത് പണിക്കർക്ക് അത് മനസ്സിലായി കാണത്തില്ലായിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഈ ഭൂമി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ ഇടക്കാലത്ത് കൺവീനറായി, ഞാൻ അന്ന് സാറിനോട് പറഞ്ഞു 23-ാം മാസം ഞാൻ കൺവീനറായ സന്ദർഭത്തിൽ ഞാനും രവീന്ദ്രനാഥ് കുടുംബ അഡ്കോ കമ്മിറ്റി അവിടെ പൊതുയോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ പൊതുയോഗത്തിൽ ഈ കണക്കുകൾ മൊത്തം സവിസ്തരം അവതരിപ്പിച്ചതാണ്. ആർക്കും ഒരു സംശയത്തിന്റെ കാരണമില്ല. കരയോഗത്തിന്റെ പേരിലുള്ള ഒരു തുണ്ടു ഭൂമിയോ ഒരു രൂപയോ നഷ്ടപ്പെടാൻ അതിന്റെ അഡ്വോ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഇരുന്ന സമയത്തും ഇപ്പൊ ചെയർമാനായി ഇരിക്കുന്ന സമയത്തും ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമില്ല. ഈ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ തുകകളും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് യൂണിയൻ മുഖാന്തരം ഓഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒരു കണക്കാണ്. അതിന്റെ എല്ലാ നടപടികളും ഇപ്പം ഞാൻ ചുമതലയേറ്റാൽ അടുത്ത ദിവസം കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും പൊതുയോഗം വിളിച്ച് അതിന്റെ അകത്ത് അവതരിപ്പിക്കുകയും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിർമ്മാണ കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാണോ? നിർമ്മാണ കമ്പനിയിൽ നിന്ന് 14,50,000 രൂപയാണ് അവരുടെ ഇൻവോയ്സ് അനുസരിച്ച് അന്നത്തെ പ്രസിഡന്റ് അവർക്ക് അഡ്വാൻസായി നൽകിയിട്ടുള്ളത്. അതിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കുറഞ്ഞ രീതിയിൽ അവിടെ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ബാബുറാം എന്ന് പറയുന്ന അതിന്റെ MD-യുമായി സംസാരിച്ചെങ്കിൽ മാത്രമേ അതിനൊരു വ്യക്തത വരുത്തുള്ളൂ. അദ്ദേഹത്തിന് ലീഗലായി നമ്മൾ നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹം എത്തിച്ചേരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനും കമ്മിറ്റി തീരുമാനിക്കാൻ പോവുകയാണ്. ആ തരത്തിലാണ് അതിനെ നമ്മൾ ആ സമീപനമാണ് സ്വീകരിച്ചത്. ഇതിനകത്ത് വേറൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്, നിങ്ങൾ അവിടെ താലൂക്ക് യൂണിയൻ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ജീവനക്കാരെ തല്ലി, അതിനുപേര് നിങ്ങളുടെ ഒരു കേസുണ്ട്. താലൂക്ക് യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട ആ സംഭവം ഞാനും എൻ്റെ കൂടെയുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, ഡയറ്റിന്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന നാരായണക്കുറുപ്പ് സാറ്, ബാങ്ക് മാനേജറായിട്ടുള്ള മോഹനകുമാർ സാറ്, രവീന്ദ്രനാഥ്, നമ്മുടെ വനിതാ സമാജത്തിന്റെ വനിതാ SH ഗ്രൂപ്പുകളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു നല്ല 14-15ഓളം പേരാണ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദം വാങ്ങിക്കൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കാൻ ചെന്നതാണ്. ആ നിവേദനത്തെ സംബന്ധിച്ചുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതിങ്ങനെ അഡ്വോ കമ്മിറ്റിയായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല, അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണം, കരയോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ജനകീയമായ ഒരു ഭരണസമിതി അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾ അവിടെ ചെന്നതാണ്. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ ആവശ്യമില്ലാത്ത 1-2 വാദഗതികൾ അവിടെ ഉന്നയിക്കുകയും അവിടെ ബെഞ്ചിലടിച്ച് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെയുള്ള ഏതാണ്ട് 7-8ഓളം സ്ത്രീകൾ ഉൾപ്പെടെ ഒരു സംഘമാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവിടെ കയറി ആരുമായി ഒരു തർക്കത്തിനോ വഴക്കിനോ ഞങ്ങൾ ബഹുമാനിക്കുന്ന താലൂക്ക് യൂണിയനിൽ ഞങ്ങൾ പോയിട്ടില്ല. ആ വിഷയത്തിൽ താലൂക്ക് യൂണിയൻ ഒരു പോലീസ് പരാതി കൊടുക്കുകയും ആ കേസ് അവർ ചാർജ് ചെയ്തതായിട്ടാണ് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയത്. പക്ഷേ ആ കേസ് ഇപ്പോൾ അത് പിൻവലിക്കാനുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതിന് കരയോഗത്തിലെ മുൻ കമ്മിറ്റി അംഗമായിട്ടുള്ള രവീന്ദ്രനാഥും നമ്മളോടൊപ്പം ഉണ്ട്. രവീന്ദ്രനാഥിന്റെ പേരും അതിനകത്ത് പറയുന്നുണ്ട്. രവീന്ദ്രനാഥിനോടും ഈ പ്രഭാത് ജി പണിക്കർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പേര് നിങ്ങളുടെ മാത്രം ഉന്നയിക്കുക? അത് ഒന്നാമത്തെ കാര്യം, ഇതിൽ ഈ പറയുന്ന സജിത്ത് എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഇതിൽ പണാപകരണം നടത്തുകയും തിരിച്ചടക്കുകയും ചെയ്തതാണ്. ഈ ചിത്രത്തിലില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? ഇതുമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇച്ചിരി പുറകോട്ട് പോകേണ്ടി വരും. നമ്മുടെ കരയോഗത്തിൽ ഹൈവേ വികസനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള കെട്ടിടം പൊളിക്കപ്പെടുമ്പോൾ അവിടെ പുതിയൊരു കെട്ടിടം പണിയേണ്ടത് ആവശ്യമായിരുന്നു. അതിന് കണ്ടെത്തിയിരുന്ന ഫണ്ട് ഹൈവേയിൽ നിന്ന് കിട്ടിയ കോമ്പൻസേഷനാണ്. 98 ലക്ഷത്തിനടുത്ത് എമൗണ്ട്, പിന്നെ കരയോഗത്തിൽ പല രീതിയിലായിട്ട് ലഭിച്ചിട്ടുള്ള ഫണ്ട് എല്ലാം വെച്ചെടുത്ത് ഏകദേശം 1,03 ലക്ഷത്തിന് മേലൊരു എമൗണ്ടാണ് നമ്മുടെ കരയോഗത്തിലുണ്ടായിരുന്നത്. ഈ ഫണ്ട് മൊത്തം വിനിയോഗിച്ചുകൊണ്ടൊരു കെട്ടിട നിർമ്മാണമാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഒരു കാരണവശാലും അത് അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ അത് പൊതുയോഗം കൂടി തീരുമാനമെടുത്ത് ബഡ്ജറ്റ് അംഗീകരിച്ച് കമ്മിറ്റി തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ ആദ്യമേ തൊട്ട് രേഖാമൂലം ഞാൻ കൊടുക്കുകയും അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കൂട്ടത്തിലാണ്. എന്നാൽ ഇത് അംഗീകരിച്ചു പോകുവാൻ ഈ സജിത്ത് ഉൾപ്പെടെയുള്ള ചില തൽപര കക്ഷികൾ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ ഞാനെന്ന് പറയുന്ന ഒരു മെമ്പറേ ഉള്ളൂ ശരിക്കും അവിടെ ജൂനിയറായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും എബോവ് ഒരു 70s ഉള്ള ആൾക്കാരാണ്. അവരെ ഉൾപ്പെടെ ധരിപ്പിച്ചു വെച്ചേക്കുന്ന സജിത്ത് നമുക്ക് കോവിഡ് കഴിഞ്ഞ കാലഘട്ടമാണ്,
അപ്പം ഒരു പൊതുയോഗം കൂടി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു കെട്ടിടപ്പണി പൂർത്തിയായിട്ട് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് അറിയിച്ചാൽ മതി എന്നുള്ള തീരുമാനം. അപ്പോൾ എൻ്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ബോർഡ് മെമ്പറായിട്ടുള്ള കേരളത്തിലുണ്ടായിരുന്ന മെമ്പർ അന്നേരം എൻ്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു, ശരിയാണ്, അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി കൂടിയിട്ട് മതി. പക്ഷേ പിന്നീടൊരു കമ്മിറ്റി കൂടുന്നതിലേക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവം തന്നെ മാറി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവസാനം കമ്മിറ്റിയുടെ അഭിപ്രായം പോലും കൂടാതെ ഒരു ഏപ്രിൽ 16-ാം തീയതി കല്ലിടുന്നു. കരയോഗത്തിൻ്റെ തൽക്കാലം നല്ലൊരു ദിവസമാണ്, നമുക്ക് കല്ലിട്ട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത ആഴ്ച പൊതുയോഗം കൂടാം, കമ്മിറ്റി കൂടാം എന്നൊരു തീരുമാനത്തിലേക്ക് പോയി. ഈ കല്ലിട്ട് അടുത്ത ദിവസം തന്നെ പണി യാതൊരുവിധ തടസ്സം കൂടാതെ, ഓൾറെഡി സെക്രട്ടറി മരണപ്പെട്ടതാണ്. ഇപ്പോൾ ഫണ്ട് സിഗ്നേറ്ററീസ് എന്ന് പറയുന്നത് സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് ഫണ്ട് മാറ്റാൻ പറ്റത്തുള്ളൂ, അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഫണ്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം തൽക്കാലം കോൺട്രാക്ടർ ചെയ്തുകൊള്ളും, പണി അങ്ങോട്ട് മുമ്പോട്ട് അടുത്ത ആഴ്ച തന്നെ പൊതുയോഗം കൂടാന്നുള്ള തരത്തിൽ പറയുന്നു. കല്ലിടുന്ന ചടങ്ങുകൾ നടക്കുന്നു. കയറിയിട്ട് വരുമ്പോൾ ഇവർ പറഞ്ഞിരുന്ന 5200 സ്ക്വയർ ഫീറ്റ് കെട്ടിടമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി അത് ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഒരു കെട്ടിടമാണ്. 4 മുറി 3 ഫ്ലോറിലായിട്ട് പണിയാനായിട്ട്, 2 ഫ്ലോറ് പൂർണ്ണമായും കടമുറികളും 3ാമത്തെ ഫ്ലോർ ഡ്രസ് വർക്കിലും ചെയ്യാന്നുള്ള തരത്തിലാണ്. ആകെ മൊത്തം ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെ. ഏത് രീതിയിൽ ചിന്തിച്ചാലും ഒരു 45 ലക്ഷം രൂപയ്ക്ക് മേൽ പണി വരികയില്ല. അപ്പോൾ ഈ സജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പിന്നിൽ, സജിത്ത് ഈ പറയുന്ന മറ്റ് ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് എന്ന് കരുതപ്പെടുന്ന വ്യക്തികളുടെ ഒക്കെ, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നവരുടെ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കെട്ടിടം പണിയിലൂടെ ഒരു വലിയ ഫണ്ട് തിരിമറി നടത്താം എന്നുള്ളതായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുയോഗം കൂടാതെ തന്നെ ജനങ്ങളെ മൊത്തം ഈ കാര്യം അവരിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കെട്ടിടം പണി തടസ്സപ്പെടുത്തുന്നതിന് ഞാൻ മുൻകൈ എടുത്തു. ഈ സമയത്ത് എന്നാൽ ഇനി സെക്രട്ടറി നിയമിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് കാര്യം കൂടാമെന്നുള്ള തരത്തിലേക്ക് എത്തി. പുതിയ സെക്രട്ടറിയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടപ്പെട്ടിട്ട് ശ്രീ ഇല്ലത്ത് ശ്രീകുമാറിനെ സെക്രട്ടറി എന്നുള്ള തലത്തിലേക്ക് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം കർക്കശക്കാരനാണെന്നുള്ള കാര്യം അറിയാം. അദ്ദേഹം മുമ്പോട്ട് വന്നാലും ഈ കപടതകളൊന്നും നടക്കില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്ത്രപൂർവ്വം ഈ സജിത്ത് എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ ഈ പ്രഭാജി പണിക്കരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അങ്ങനെയാണ് പ്രസിഡന്റിനെതിരെ ഈ പ്രഭാജി പണിക്കരെ ഉപയോഗിച്ച് കേസ് കൊടുത്തുകൊണ്ട് ഇഞ്ചക്ഷൻ കിട്ടുന്നതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രതിഭാഗം കൂടി കോടതി ഹാജരാകണം. എന്നാൽ ബോധപൂർവം ഹാജരാകാതെ ഈ പ്രഭാജി പണിക്കർക്ക് അനുകൂലമായ കോടതി വിധി സമ്പാദിക്കുന്നതിനുള്ള സാവകാശം ഈ ഇദ്ദേഹം കൊടുത്തു. അങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള സാഹചര്യം തടസ്സപ്പെടുന്നത്. ഈ പ്രഭാജി പണിക്കർ ശരിക്കും ടൂളാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിലെ പണാഭരണം മറച്ചു വെക്കാനാണെന്ന് ഉള്ള ധാരണ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അന്നേരം കരുതുന്നില്ല. ഇപ്പോഴും ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇത് കരുതിയെന്ന് ഞാൻ കരുതുന്നില്ല. പ്രഭാജി പണിക്കരും ക്ഷേത്രോപദേശ സമിതിയിലെ അംഗമായിട്ടുള്ള ഇദ്ദേഹവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അവിടുത്തെ അഭിപ്രായ വ്യത്യാസം, ഇല്ലത്ത് ശ്രീകുമാറുള്ള അഭിപ്രായ വ്യത്യാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ലത്ത് ശ്രീകുമാറിനെതിരെ മത്സരിക്കാൻ ഞാനുണ്ടെന്നുള്ള തരത്തിൽ വന്നു. അങ്ങനെ മത്സരിച്ചാൽ സ്വന്തം കുടുംബത്തെ പോലും വോട്ട് കിട്ടാൻ അർഹതയില്ലാത്ത തരത്തിലുള്ള നിലപാടുകളുള്ള പ്രഭാജി പണിക്കരെ പരാജയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാക്കിയപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് കോടതി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. അതാണ് അഡ്ഹോക് കമ്മിറ്റി നിയമനത്തിലേക്ക് എത്തിയത്. ഈ സമയത്ത് പണം അപഹരിക്കപ്പെട്ടിരുന്നു. പിന്നെ 6 മാസം കുടിക്കുമ്പോൾ അഡ്ഹോക് കമ്മിറ്റി മാറി വന്നു. ഈ അഡ്ഹോക് കമ്മിറ്റി ആദ്യത്തെ ചുമതല ഏൽക്കുമ്പോഴാണ് ഈ പണാപഹരണം അറിയുന്നത്. പണാപഹരണം അറിഞ്ഞ സാഹചര്യത്തിൽ ആ അഡ്ഹോക് കമ്മിറ്റി ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. എൻ്റെ പരിശ്രമങ്ങൾ ഇതിൽ കാരണക്കാരായവരെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഏത് വിധത്തിലും എന്നെ ഉൾപ്പെടെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ നയം. അത് വിജയിച്ചു. പിന്നീട് ഞാൻ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുതിയ അഡ്ഹോക് കമ്മിറ്റികളിലേക്ക് വന്നപ്പോൾ ഇല്ലത്ത് ശ്രീകുമാറും ഒഴിവാക്കപ്പെട്ടു. പൂർണ്ണമായും ഈ സജിത്ത് എന്ന് പറയുന്ന ആളിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രഭാജി പണിക്കരുടെ സ്വാധീനതയിലുള്ള അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവസാനം പ്രഭാജി പണിക്കരെ തന്നെ അതിൻ്റെ ചെയർമാനായിട്ട് കൊണ്ടുവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മൊത്തം ബോധ്യപ്പെടുത്തുന്നതും കൃത്യമായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കരയോഗ അംഗത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലാണെന്നുള്ള ഒരു സംശയം വരയിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഇദ്ദേഹം കരയോഗത്തിൽ കേസ് കൊടുത്ത വ്യക്തി കൂടെ ആണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഭാജി പണിക്കർക്ക് അഡ്ഹോക് കമ്മിറ്റിയുടെ ഭരണസമിതിയിലേക്ക് വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചവർ തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് മരവിപ്പിച്ചു. അങ്ങനെ പുതിയ അഡ്ഹോക് കമ്മിറ്റി വന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഞങ്ങളോടുണ്ടായ പക ഈ കേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്
പണാപകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ ഞങ്ങളെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് യൂണിയനിൽ പോയി കേസുമായി ബന്ധപ്പെട്ടതെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ആക്ഷേപവും അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കില്ല. ഈ പണാഭരണം ചോദ്യം ചെയ്യപ്പെടാൻ ഉണ്ടായ സാഹചര്യത്തിലാണ് അവിടെ കലഹം ഉണ്ടായതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. ഈ ഇതാണ് യാഥാർത്ഥ്യം. കരയോഗത്തിലെ 90 ലക്ഷം രൂപ മുൻ പ്രസിഡന്റ് അടിച്ചു മാറ്റുന്നു. അതായത് മരിച്ചുപോയ സെക്രട്ടറിയുടെ പേരിൽ ഒപ്പിട്ട്, അത് മുൻ സെക്രട്ടറി ഒപ്പിട്ടതാണോ അതോ വ്യാജമാണോ എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. ഇത് അടിച്ചു മാറ്റുന്നു. ഇത് പിന്നാലെ വന്ന അഡ്ഹോക് കമ്മിറ്റി ഇത് പിടിക്കപ്പെടുമ്പോൾ സെക്രട്ടറി ആ പണം, പ്രസിഡന്റ് ആ പണം തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അഡ്ഹോക് കമ്മിറ്റി അധികാരത്തിൽ വരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയെ താറടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം.